എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ സമീപകാലത്ത് നിരവധി ആൾക്കാർ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ മക്കൾ മരിച്ചാൽ അച്ഛനമ്മമാർക്ക് ബലിയിടാൻ പറ്റുമോ എന്നുള്ളത്. ഇത് പ്രധാനമായി എന്നോട് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ വീട്ടിൽ നിന്ന് തന്നെ ബലികർമ്മം ചെയ്യാവുന്നതിനെക്കുറിച്ചും മരണാനന്തര കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് പലർക്കും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ കർക്കിടക വാവിൻ്റെ സമയത്താണ് നിരവധി ആൾക്കാർ വിളിച്ച് ചോദിച്ചു, എൻ്റെ മകൻ മരിച്ചു പോയതാണ്, മകൾ മരിച്ചു പോയതാണ്, അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റുമോ? അവരുടെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരാൾ പറഞ്ഞ കുട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ കുട്ടികൾ വിദേശത്താണ്, അവിടെ നിന്ന് അവരത് ചെയ്യില്ല, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ മരിച്ചു പോയ വ്യക്തിയുടെ അനുജന് ചെയ്യാൻ പറ്റുമോ? ഇത്തരത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോഴാണ് അവർ നമ്മുടെ മക്കളായിട്ട് കണക്കാക്കുന്നത്. ഈ മക്കളായിട്ട് നമ്മൾ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തത് അവരുടെ ശരീരത്തിനെയാണ്, അല്ലാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ ശരീരത്തിനെയാണ് നമ്മൾ കാണുകയും സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും അവരുടെ ശരീരത്തിൻ്റെ ഫോട്ടോയാണ് നമ്മുടെ കയ്യിലടക്കമുള്ളത്, ആത്മാവിൻ്റെ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ഉറപ്പിച്ച് പറയണം, അല്ലെങ്കിൽ ചിന്തിക്കണം, ഈ ആത്മാവിന് പ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേ പ്രായ. നമ്മൾ നമ്മുടെ മകൻ്റെ ശരീരത്തിലൂടെ ആത്മാവിനെ കാണുമ്പോൾ അവൻ നമ്മുടെ മകനായിട്ട് കാണുന്നു. മകളായിട്ടാണ് ശരീരത്തിലൂടെ കാണുന്നതെങ്കിൽ, മകളുടെ ശരീരത്തിലൂടെയാണ് ആത്മാവിനെ കാണുന്നതെങ്കിൽ അങ്ങനെ. ഈ മരിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ ആ ശരീരം നമ്മൾ ദഹിപ്പിച്ചു കഴിയുകയും ചെയ്തു. പിന്നീട് അവരുടെ പിതൃക്കൾ എന്ന് പറയുന്ന തലത്തിലേക്ക് അവരെത്തി. മരിച്ചു കഴിഞ്ഞ ആ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ആത്മാക്കളെയാണ് പിതൃക്കൾ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രേതാത്മാക്കൾ എന്ന് പറയും. ആ വെച്ചാൽ ഈ പ്രേത ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ടുള്ള ആത്മാക്കൾ. അപ്പോൾ ഈ ആത്മാക്കൾ ആരായാലും, അത് മകനായാലും മകളായാലും മറ്റാരൊക്കെ ആയാലും, അവരാരാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പിതൃക്കളാണ്. ചിലപ്പം മുതുമുത്തച്ഛനാവാം, ചിലപ്പം മകനാവാം, രണ്ടും നമുക്ക് ആത്മാക്കളാണ്. അപ്പോൾ ഈ ആത്മാക്കൾക്ക് ഈ കർമ്മം ചെയ്യണം, അവർക്ക് പെട്ടെന്ന് തന്നെ പിതൃലോകത്തേക്ക് പോകണം, അല്ലെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്നൊരു പുനർജന്മം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണോ അവർക്കെല്ലാം തന്നെ ഈ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ബലികർപ്പണം ചെയ്യാം. നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കും, മക്കൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടി അവരുടെ മക്കളാണ് കർമ്മം ചെയ്യേണ്ടതെന്ന് നമ്മൾ ധരിക്കുന്നു. പക്ഷേ അവരുടെ മക്കൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മക്കളില്ല എങ്കിൽ നമ്മൾക്കാണല്ലോ മാനസിക വിഷമം ഉള്ളത്. നമ്മൾക്കാണ് മാനസിക വിഷമം ഉള്ളതെങ്കിൽ തന്നെ നമ്മളാണ് ആ കർമ്മം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മകനാണ് മകളാണ് മരിച്ചത്, അല്ലെങ്കിൽ അവരുടെ മക്കൾ കൊച്ചുമക്കൾ മരിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ആരും കർമ്മം ചെയ്യാനില്ല, അപ്പോൾ അനുജനാണോ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയുടെ മകൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണോ എന്നാണ് ചോദ്യം. അമ്മയുടെ അനുജത്തിൻ്റെ മകൻ ചെയ്തതിനേക്കാൾ ഉത്തമം നമ്മൾ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മൾക്കാണ് ആ വിഷമമുള്ളത്, അമ്മയുടെ അനുജത്തിൻ്റെ മകൻ ആ വിഷമം ഉണ്ടാവണമെന്നില്ല. കാരണം എൻ്റെ മകനാണ് പോയിട്ടുള്ളത്, മരിച്ചു പോയത്, എൻ്റെ മകളാണ് മരിച്ചു പോയിട്ടുള്ളത്, എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ അനുജനാണ് മരിച്ചത്, എന്നെക്കാൾ താഴെയല്ലേ അനുജനാണ് മരിച്ചത് എന്നുള്ള ചിന്തകൾ നമുക്കുണ്ടാകും. അപ്പോൾ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വിഷമമാണ്, സ്നേഹമാണ്. ആ സ്നേഹമുള്ള ആൾ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ഗുണം. ഏറ്റവും കൂടുതൽ ഈ ആത്മാവിനെ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയെ ആരാണോ സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കുന്ന ആൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള വെമ്പലുകളില്ലാതെയാവും, വ്യാധികളില്ലാതെയാകും. കാരണം എൻ്റെ മകന് പുനർജന്മം കിട്ടിയോ, എൻ്റെ മകൾക്ക് ഇന്നത് കിട്ടിയോ, എൻ്റെ അനുജന് ഇന്നത് കിട്ടിയോ എന്നുള്ള ടെൻഷൻ മുഴുവൻ എനിക്കല്ലേ. അപ്പോൾ അതിനുള്ള കർമ്മം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മോനെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊന്നും അറിയാത്തയാ, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അറിവുള്ള, അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവുള്ള വ്യക്തികളെ കൊണ്ടേ ചെയ്യിച്ചിട്ടും കാര്യമുള്ളൂ. മകനുണ്ട്, മകൻ മന്ദബുദ്ധിയാണ്, സ്വയം ബുദ്ധിയോടുകൂടി ചെയ്യാൻ പറ്റാത്തതാണ്, ആ മകനല്ല, മകനാണ് കർമ്മം ചെയ്യേണ്ടത്, ഒരു കാര്യമില്ല കേട്ടോ. ആ മകനെ കൊണ്ട് കർമ്മം ചെയ്യിച്ചിട്ട് കാര്യമില്ല.
കാരണം ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് നമ്മൾക്കറിയണം. അങ്ങനെയുള്ള വ്യക്തികൾ കർമ്മം ചെയ്താൽ മാത്രമേ അതിന് ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ തന്നേക്കാൾ പ്രായം കുറവുള്ള ആളാണ്, അവർക്ക് എനിക്ക് ബലിയിടാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുമായി ആത്മാർത്ഥമായി ബന്ധവും സ്നേഹവും ഒക്കെയുള്ള ഒരാളാണ്, അവർക്ക് പുനർജന്മം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഉത്തമം, ഞാൻ ചെയ്താൽ അതിന് ഗുണം കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അമ്മയ്ക്ക് ചെയ്യാം, അച്ഛന് ചെയ്യാം, വേണ്ട മൂത്ത സഹോദരിയാണ് ചെയ്യാം. ആർക്കാണോ ഇവരോടൊക്കെ അത്രയും വലിയ ബന്ധമുള്ളത്, അവർക്ക് ആ ചെയ്ത് കാണാൻ, അവർക്ക് പുനർജന്മം കിട്ടണമെന്ന് മോഹമുള്ളത്, അത് ആരായാലും ചെയ്യാം. അത് സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഒരു വകഭേദവുമില്ല. ഇനി അതുമല്ല, കൃത്യമായും പോയി ഇത് രക്തബന്ധം തന്നെ വേണമെന്നില്ല. ഭാര്യ, ഭർത്താവ് മരിച്ചതാ, ഭാര്യയ്ക്ക് വേണേൽ ഭർത്താവിന് വേണ്ടി ചെയ്യാം. ഭർത്താവ് മരിച്ചു, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിന് ചെയ്യാം, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കും ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അവിടെയാണിത്. കാരണം അങ്ങനെയുള്ള ആത്മാർത്ഥമായ ബന്ധവും സ്നേഹമുള്ള ആൾക്കാരാണത് ചെയ്യേണ്ടത്. ഇവിടെ ഈ മരിച്ചുപോയ വ്യക്തികൾ മൂത്ത മകൻ ചെയ്യണമെന്ന് പണ്ട് കാലങ്ങളിൽ ചില ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട് മൂത്ത മകൻ ചെയ്യണമെന്ന്. കാരണം മൂത്ത മകനെയാണ് ആദ്യം കണ്ടത്, കൂടുതൽ കാലം ലാളിച്ചത്. മൂത്ത മകന് തിരിച്ചറിയാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് മൂത്ത മകൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് മൂത്ത മകന് പ്രത്യേകിച്ച് വേറെ ബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്. തിരിച്ചറിയാൻ കഴിവുള്ള എല്ലാവർക്കും ഈ കർമ്മങ്ങൾ ചെയ്യാമെന്നർത്ഥം. അപ്പോൾ ഇനി ആരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, മരിച്ച വ്യക്തികൾ ആരാണോ, അത് സ്വന്തം മകനാണോ മകളാണോ സഹോദരിയാണോ സഹോദരനാണോ തന്നെക്കാൾ പ്രായം കുറഞ്ഞാണോ ഒന്നും നോക്കണ്ട, ബലികർമ്മം ചെയ്യണം എന്നും തോന്നിയാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. അതിലൊരു ദോഷവുമില്ല. അത് പരമാവധി ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് ആ വിധത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വീട്ടിൽ നിന്ന് ചെയ്യുന്നതിന് ഗുണമൊന്നും മറ്റെവിടെ പോയാലും കിട്ടില്ല എന്നുകൂടി നമ്മൾ ഉറപ്പിക്കുക. അപ്പോൾ വിധി പ്രകാരം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്, അതിനുവേണ്ടി ടെൻഷനൊന്നും വേണ്ട എന്നർത്ഥം. ഇത്തരത്തിൽ നിരവധി ആൾക്കാർക്ക് ഈ ഒരു സംശയം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേട്ടോ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഇനി ആരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലതപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് കിട്ടിയ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, പരമാവധി ആൾക്കാരിലേക്ക് കൊടുക്കുക, അവരും ഈ കാര്യം അറിയട്ടെ. അങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കട്ടെ നിങ്ങൾ മുഖാന്തരം എന്ന് കൂടി ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ അല്ല മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൻ്റെ അകത്ത് എന്നുവെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാനുള്ളതാണ്. നിങ്ങൾക്ക് സംശയം ചോദിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ അങ്ങോട്ട് കയറി വരാം എന്നർത്ഥം, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.